ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, ചില ആളുകൾ ലോ ഓഫ് അട്രാക്ഷൻ എത്ര പ്രാക്ടീസ് ചെയ്താലും അവർക്ക് അവരുടെ ഡ്രീംസ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സോ എന്തുകൊണ്ടാണ് അവർക്കിങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് അവരുടെ ബ്ലോക്കേജസ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. പക്ഷേ അതിന് ജസ്റ്റ് ഒരു പോസിറ്റീവ് തിങ്കിങ് മാത്രം പോരാ. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളുടെ ഡ്രീംസ് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്, പക്ഷേ ഒരു റിസൾട്ടും കിട്ടുന്നില്ല എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഡ്രീം മാനിഫെസ്റ്റേഷന് ഒബ്സ്റ്റക്കിൾസ് ആയി നിൽക്കുന്ന 5 റീസൺസ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പോയിന്റ് നമ്പർ 1, ലാക്ക് ഓഫ് ഇമോഷണൽ എൻഗേജ്മെൻറ്റ്. ലോ ഓഫ് അട്രാക്ഷനിൽ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അതിൽ ഏതെടുത്താലും ഇമോഷൻ അവിടെ വലിയൊരു ഫാക്ടറാണ്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് അഫേം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് കിട്ടണം. നിങ്ങൾ അഫേം ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൃത്യമായി വിശ്വസിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം നിങ്ങൾ അഫേം ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഡ്രീം ജോബാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആ ഡ്രീം ജോബ് കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇമോഷൻ നിങ്ങൾ അഫേം ചെയ്യുമ്പോഴും കാണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് വെറും എംപ്റ്റി വേർഡ്സ് ആയി പോകും, ശൂന്യമായ വാക്കുകളായി മാറും. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ പറയുന്ന ആ വാക്കുകൾക്ക് എനർജി ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു വാക്കുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയും ഈ യൂണിവേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് സ്ട്രോങ് ഫീലിങ്സ് ഇല്ലാതെ പറയുന്ന അഫർമേഷൻസ് എല്ലാം തന്നെ വെറും വേസ്റ്റ് ആണെന്ന് ഞാൻ പറയൂ. കാരണം നിങ്ങളൊരു വീക്ക് സിഗ്നൽ ആയിരിക്കും അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നിങ്ങളൊരു വീക്ക് സിഗ്നൽ ആയിരിക്കും യൂണിവേഴ്സിലേക്ക് അയക്കുന്നത്. നിങ്ങളുടെ റിസൾട്ടും അതുപോലെ തന്നെ ആയിരിക്കും. സോ എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് നോക്കാം. നിങ്ങൾ ഒരു കാര്യം അഫെയിം ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതായിട്ടും അത് ഓൾറെഡി ഹാപ്പൻഡ് ആയി എന്നൊരു വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കുക. ആ ഒരു ഫീലിംഗ്, ആ ഒരു ജോയ്, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു നിമിഷം വരണം. സോ എത്രത്തോളം സ്ട്രോങ് ആണോ നിങ്ങളുടെ ഇമോഷൻ, അത്രത്തോളം പവർഫുൾ ആയിരിക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും. പോയിന്റ് നമ്പർ 2, എനർജി ഡ്രോപ്സ് ആഫ്റ്റർ അഫർമേഷൻ. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ടെക്നിക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടാവും. എനിക്കിത് കിട്ടി എന്നുള്ള ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഇത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു എനർജി നഷ്ടപ്പെടും. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർ ഒരു ഹൈ വൈബ്രേഷൻ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണ്. അല്ലാതെ ആ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസ് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി കുറയും, നിങ്ങളുടെ അഫർമേഷൻ യൂസ്ലെസ് ആയി മാറും. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കൊരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കും. എന്തിന്? പോസിറ്റീവ് എനർജി നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ബ്ലോക്കേജ് ഉണ്ടാക്കും. ഇതും നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് വലിയൊരു പ്രോബ്ലമാണ്. സോ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ ആ ഒരു എനർജി ത്രൂ ഔട്ട് ദ ഡേ ആ ഒരു എനർജി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം, അതുപോലെ ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാം, ജസ്റ്റ് ഒരു വാക്കിന് പോകാം. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ സാധാരണമാണ്. സോ നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ വൈബ്രേഷൻ ഹൈ ആക്കി നിർത്താൻ ശ്രമിക്കുക. പോയിന്റ് നമ്പർ 3, ഡൗട്ടിങ് ദ യൂണിവേഴ്സ് ആൻഡ് ദ പ്രോസസ്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ബാരിയറാണ് ഈ ഒരു തോട്ട്. ഒരേ സമയം യൂണിവേഴ്സ് ഇത് തരും, അതുപോലെ തന്നെ യൂണിവേഴ്സിന് ഇതൊക്കെ സാധ്യമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മിക്സഡ് സിഗ്നൽസ് ആയിരിക്കും നിങ്ങൾ സെൻഡ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇന്ന കാര്യം നടക്കണം എന്നൊരാഗ്രഹവും മറ്റൊരു ഭാഗത്ത് ഇത് നടക്കുമോ എന്നുള്ള സംശയവുമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉള്ളൊരു ഡൗട്ടാണിത്. യൂണിവേഴ്സ് നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നത്. നിങ്ങൾ യൂണിവേഴ്സിനെ സംശയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും അത്തരത്തിലുള്ളതായിരിക്കും. സോ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ആദ്യം എഴുതി ആ ഒരു കാര്യങ്ങൾ സാധ്യമാക്കാൻ നോക്കുക. സോ ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് കൂടുതൽ വിശ്വാസം ഉണ്ടാവും. സോ എപ്പോഴും തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ പുറകിലുണ്ടെന്നും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കുമെന്നും വിശ്വസിക്കുക. എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നു അത്രത്തോളം പെട്ടെന്ന് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സാധ്യമാകും. പോയിന്റ് നമ്പർ 4, ഫീലിംഗ് അൺഡിസേർവിങ്. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ നടക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്നത് ഇതെനിക്ക് ഡിസേർവിങ് അല്ല, ഞാനിതിന് ഡിസേർവിങ് അല്ല, ഞാനിത് അർഹിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കും. ഈ ഒരു ചിന്ത നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ നിങ്ങളുടെ അടുത്തുനിന്ന് അകറ്റിവിടും. ഇങ്ങനെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് മാറ്റിക്കോണം. നമുക്ക് ജീവിതത്തിൽ സെൽഫ് ലവ് എന്നൊരു കാര്യം വേണം, അല്ലേ? ഞാൻ ഇതൊക്കെ അർഹിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടിന് പകരം ഇതെല്ലാം തന്നെ ഞാൻ അർഹിക്കുന്നതാണ് എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ചുറ്റുപാടും പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കുക.
നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ പോസിറ്റീവ് വൈബിൽ നിലനിർത്തുന്ന ആളുകൾ ചുറ്റുപാട് നിറയട്ടെ. ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഈസ് വിഷിംഗ് വിതൗട്ട് ആക്ഷൻ. അതിനും ആക്ഷൻ വേണം. ചില ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ ജസ്റ്റ് വിഷ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം തന്നെ ഇങ്ങി വന്നോളും, ഒരു എഫോർട്ടും ഇല്ലാതെ എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എഫോർട്ട് ഇല്ലെങ്കിൽ എല്ലാം ഒരു ഫാൻറ്റസി മാത്രമായിരിക്കും. ലോട്ടറി എടുക്കാത്ത ഒരാൾ എനിക്ക് ലോട്ടറി അടിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയിരിക്കും? നിങ്ങളുടെ ഗോൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആക്കി മാറ്റി ഓരോ സ്റ്റെപ്പ് വെക്കാൻ നോക്കുക. യൂണിവേഴ്സ് കൂടെ നിന്നോളും. എപ്പോഴും ഓർക്കുക, യൂണിവേഴ്സ് എപ്പോഴും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഓഫർ ചെയ്യുന്നത് സ്വന്തമായിട്ട് എഫോർട്ട് എടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ചില കാര്യങ്ങൾക്ക് നമ്മൾ എഫോർട്ട് എടുത്തേ മതിയാവും. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പവർഫുൾ ടൂളാണ്. പക്ഷേ അതിന് നമുക്ക് മൈൻഡ് സെറ്റും ഇമോഷനും ആക്ഷനും എല്ലാം തന്നെ ഒരുമിച്ച് അതിനു വേണ്ടി നിൽക്കണം. മാനിഫെസ്റ്റേഷൻ നടക്കാത്ത എല്ലാ ആളുകളും ഈ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് ഡ്രീംസ് എല്ലാം തന്നെ മാനിഫെസ്റ്റ് ആവട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.